Hello students, welcome to this channel. So, ഇന്ന് നമുക്ക് Laplace transform of derivatives and integrals എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് Laplace transform of derivatives-ന്റെ ഫോർമുല നോക്കാം. അതിനെ ബേസ് ചെയ്ത് രണ്ട് പ്രോബ്ലം നോക്കാം. സോ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. Laplace transform എന്ന് പറയുമ്പോൾ തന്നെ ടൈം വേരിയറ്റിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് ടിയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇൻ്റഗ്രേഷൻ കാൽക്കുലേഷൻ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് എസ്സിൽ ഫ്രീക്വൻസി ഓറിയൻറ്റഡ് ആയിട്ട് ഫംഗ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഇനി ഇതുവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എൽ ഓഫ് ടി സ്ക്വയർ, എൽ ഓഫ് ടി ക്യൂബ്, ഇങ്ങനത്തെ കാൽക്കുലേഷൻസ്, എൽ ഓഫ് ഇ റൈസ് ടു എ ടി, എൽ ഓഫ് കോസ് എ ടി, എൽ ഓഫ് സൈൻ എ ടി, ഇങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഡെറിവേറ്റീവ് ഫംഗ്ഷൻസിനും നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഫോർമുല എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു, ആദ്യം നമുക്ക് എഫ് ഡാഷിൽ തുടങ്ങാം. എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0. രണ്ടാമത്തത് എഫ് ഡബിൾ ഡാഷ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ആവുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ്സിൽ നിന്ന് ഒന്ന് റെഡ്യൂസ് ചെയ്യുക, എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് അടുത്തത് എഫ് ഓഫ് 0യുടെ അടുത്ത ഡെറിവേറ്റീവ്. അപ്പോൾ അടുത്തത് എഫ് ഡാഷ് ഓഫ് 0. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിൻറ്റ് 0യിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇതേപോലെ തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിലോ എഫ് തേർഡ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എസ് ക്യൂബ്. അപ്പോൾ തേർഡ് ആകുമ്പോൾ എസ് ക്യൂബ് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് ഒന്ന് കുറയ്ക്കണം എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വി ക്യാൻ എക്സ്റ്റെൻഡ് ഓർ ജനറലൈസ് ദിസ് ഫോർമുല ആസ് എൽ ഓഫ് എഫ് nth ഡെറിവേറ്റീവ് ഓഫ് ടി ഈക്വൽ ടു എസ് എൻ ഓഫ് L of f of t minus s raised to n minus 1 of f of 0 minus s raised to n minus 2 of f dash of 0 minus s raised to n minus 3 of f double dash of 0 etc. At last നമുക്കിവിടെ തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ. അപ്പോൾ nth ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്കിവിടെ n മൈനസ് 1th ഡെറിവേറ്റീവ് പോയിന്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എഫ് n മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് 0. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എൽ ഓഫ് സൈൻ എ ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അത് നമുക്കറിയാമല്ലോ, എൽ ഓഫ് സൈൻ എ ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ഈസ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി. അപ്പോൾ സൈൻ എ ടി തന്നിട്ട് കോസ് എ ടി ചോദിക്കുവാണ്. അപ്പോൾ നമുക്ക് ആദ്യം എൽ ഓഫ് സൈൻ എ ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എഫ് ഓഫ് ടി, വി അസ്യൂം ദാറ്റ് ലെറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ എ ടി. സോ ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്. From that, assume that f of t equal to sin a t. Now let us find f dash of t. What is f dash of t? Sin a t derivative is cos a t into derivative of the function sin a t. അതായത് ഇവിടുത്തെ ഫംഗ്ഷൻ a tക്ക് ഡെറിവേറ്റീവ് ആണ്. So f dash of t is cos a t into a into derivative of t is 1. So a is constant. Remember that a is constant here. അപ്പോൾ നമുക്ക് ആൻസർ എ ഇൻറ്റു കോസ് എ ടി എന്ന് വരുന്നുണ്ട്. നൗ എഫ് ഓഫ് 0, വാട്ട് ഈസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0, കാരണം സൈൻ 0 ഈക്വൽ ടു 0. ഇനി എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു, ലെറ്റ് us ടേക്ക് ഫസ്റ്റ് ഫോർമുല. വി ഡോണ്ട് നോ വിച്ച് ഫോർമുല ഹാസ് ടു ബി അപ്ലൈഡ്. നമുക്കറിയില്ല ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എടുക്കുവാണ്. എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0, ദാറ്റ് ഈസ് എൽ ഓഫ് കോസ് a into cos a t. L of a into cos a t is equal to s into f of t function എന്താണ്, L of sin a t equal to f of 0. ഇനി L of ഇതിലെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉള്ളത് നമുക്ക് പുറത്തെടുക്കാം. സോ a into L of cos a t. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്
സൈൻ 80 തന്നിട്ട് കോസ് 80 ചോദിക്കുവാണ്. അപ്പോൾ നമ്മുടെ ആൻസർ, അതായത് നമ്മുടെ ഈ കാൽക്കുലേഷനിൽ വരുന്നതിൽ ഫസ്റ്റ് സൈൻ 80യുടെ ഡെറിവേറ്റീവ് തന്നെയാണ് കോസ് 80. അപ്പോൾ നമുക്കിനി അതിൽ കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് കോസ് 80 കിട്ടുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇറ്റ് സെൽഫ് ദ കോസ് 80 ടേം. സോ നോ നീഡ് ഓഫ് ഫർദർ കാൽക്കുലേഷൻസ്, വി ക്യാൻ യൂസ് ദിസ് ഫോർമുല ഇറ്റ് സെൽഫ്. ഈ ഒരു ഫോർമുല തന്നെ ധാരാളമാണ്. It is equal to s into sin 80 formula. It is given as a by s square plus a square minus f of 0 is equal to 0. So therefore from this you can cancel, so that L of cos 80 equal to s by s square plus a square. We know that L of the Laplace transform of cos 80 is s by s square plus a square. So without using the formula, how will you simplify that? അപ്പോൾ ഫോർമുല യൂസ് ചെയ്യാതെ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യും, അതും യൂസിങ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The second question is, using Laplace transform of derivatives, find the Laplace transform of sin square t ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ let us take first f of t equal to എന്താണ്, sin square t. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, sin t the whole square എന്ന് എടുക്കാം. അപ്പോൾ f dash of t എന്ന് പറയുമ്പോൾ, അതായത് നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് x റൈസ് ടു n എന്താണ്, n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1 ആണ്. സോ f dash of t equal to 2 into sin t into derivative of the function inside the bracket. 2 into sin t എഴുതിയതിന് ശേഷം sin tക്ക് ഡെറിവേറ്റീവ് എന്താണ്, cos t. അപ്പോൾ നമുക്കറിയാം 2 sin theta cos theta equal to sin 2 theta. Therefore f of 0 equal to sin square 0. അതുപോലെ ഇവിടെ നമ്മൾ t equal to 0 ആണ് ഇടുന്നത്. f of 0 equal to sin square 0 അല്ലെങ്കിൽ sin 0 the whole square. ആൻസർ equal to എന്താണ്, 0. Now let us take first this formula. നമുക്ക് ആദ്യം ഫസ്റ്റ് ഫോർമുലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആൻസർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. L of f dash of t equal to s into L of f of t minus f of 0. Now from this L of f dash of t എന്താണ്, that is ദാ ഇവിടെ ഉണ്ട് 2 sin t cos t, or otherwise you can substitute sin 2t equal to s into L of f of t value substitute ചെയ്യുക, sin square t minus f of 0 equal to 0. അങ്ങനെ ഇതിൽ sin 2t sin L of sin 80 equal to എന്താണ് ഫോർമുല, a by s square plus a square. അപ്പോൾ ഇവിടെ 2 by s square plus ആൻസർ is 2 by s square plus 2 square. So therefore the answer is equal to, നമ്മുടെ ആൻസറിൽ it is equal to s into L of sin square t എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് sin square t ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരെണ്ണം നമ്മളൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ വെക്കുക. So bring this s to this side. അപ്പോൾ അത് ഡിനോമിനേറ്ററിലായിരിക്കും വരുന്നത്. Therefore L of sin square t equal to 2 divided by s square plus 4 into s is the answer. അങ്ങനെ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മളിവിടെ ചെയ്തു. അപ്പോൾ സൈൻ സ്ക്വയർ ടി നമ്മൾ ഈ ഒരു ഫോർമുലയിൽ കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേതായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അതായത് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് യൂസിങ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഗിവൺ ദാറ്റ് L of 1 ഈക്വൽ ടു എന്താണ്, 1 by s എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി എന്താണ്, ടി റേസ് ടു 3, അതിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു ടി സ്ക്വയർ. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടിക്ക് ഡെറിവേറ്റീവ് എന്താ, ഇത് ടി സ്ക്വയറിൻ്റെ 3 ഇൻറ്റു ടി സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്, 2t, that is equal to 6t. F triple dash of t, 6 into derivative of t is 1, which is equal to 6. ഇനി നമ്മൾ ഫോർത്ത് ഡെറിവേറ്റീവ് എടുത്താൽ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0. നൗ എഫ് ഓഫ് 0 ഈക്വൽ ടു ആൻസർ 0 അല്ലേ, 0 റൈസ് ടു 3 ആകുമ്പോൾ ആൻസർ 0. എഫ് ഡാഷ് ഓഫ് 0 ഇസ് ഓൾസോ ഈക്വൽ ടു 0. then f double dash of 0 is also equal to 0. അങ്ങനെ ഇതിൽ നമ്മൾ എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് ഫോർമുല എടുക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്, t റൈസ് ടു 3 ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത്
to find, what is asked to find out? To find L of t raised to 3 is asked to find out. So for that, let us consider the third derivative. കാരണം third derivative എടുക്കുമ്പോൾ ഫോർമുല എന്താണ്? L of f triple dash of t is equal to s cube into L of f of t minus s square into f dash of, sorry, f of 0 minus s into f dash of 0 minus f double dash of 0. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് എൽ ഓഫ് ദിസ് ആൻസർ? എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി, ഇറ്റ് ഈസ് ഈക്വൽ ടു 6. that is equal to s cube into L of f of t എന്താണ്? t cube. അപ്പോൾ നമുക്ക് വേണ്ടത് L of t cube ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുല എടുത്തത്. കാരണം t raised to 3 എടുക്കാമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുല. തേർഡ് ഡെറിവേറ്റീവിലാണല്ലോ ഇത് വരുന്നത്. മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 ഇസ് ആൻസർ 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 ഇസ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇസ് ഓൾസോ 0. Now in this L of 6 ആകുമ്പോൾ take the constant outside. When you take 6 outside, ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് L of 1 equal to s cube into L of t raised to 3. So therefore, what is L of 1? It is equal to 1 by s. So 6 divided by s equal to s cube into L of t raised to 3. Therefore, from this L of t raised to 3 is equal to 6 divided by s raised to 4 is the required answer. We know that L of t raised to n is equal to n factorial divided by s raised to n plus 1. So L of t raised to 3 is equal to, what is the answer? 3 factorial divided by s raised to 3 plus 1, that is 6 divided by s raised to 4. ഇതാണ് ആൻസർ. നമ്മൾ ഈ ആൻസർ ഇങ്ങനെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നൗ the next one is the Laplace transform of integrals. അതിൻ്റെ ഒരു ഫോർമുല, അതായത് നമ്മളിപ്പോൾ നോക്കിയത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. അതിൽ 3 എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൽ ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ് എന്താണെന്ന് നോക്കാം. ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ എൽ ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഡി യു ഇസ് ഈക്വൽ ടു 1 ബൈ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യം L of f of t equal to f of s. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഓൾട്ടർ ചെയ്യാം. അതായത് 1 by s, f of s എന്ന് പറഞ്ഞാൽ എന്താണ്? L of f of t. I can replace this equation as L of f of t. So therefore നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ ഒരു ഫോർമുല, അതായത് ഇൻ്റഗ്രൽ 0 to t f of u du ഈക്വൽ ടു 1 by s ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻ്റഗ്രൽ ഫോമിലുള്ള ഫങ്ഷൻസ് തന്നാൽ ഇൻ്റഗ്രേഷൻ ചെയ്യാതെ എങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മെത്തഡോളജി. ഇൻ്റഗ്രേഷൻ നമ്മളിവിടെ ചെയ്യുന്നില്ല, പകരം നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലാസ് വെച്ചിട്ട് ആൻസേഴ്സ് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീസ് വെച്ച് നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിതിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Find the Laplace transform of integral 0 to t e raised to minus t sin 3t into dt. അപ്പോൾ ഈ ഫംഗ്ഷനിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. ബട്ട് ഇൻ്റഗ്രേഷൻ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിൽ 3 ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് t, മറ്റൊന്ന് e raised to minus t and sin 3t. The calculation will be very lengthy. So we are going to apply this formula here. So it is equal to 1 by s into f of s. അതായത് നമ്മുടെ f of s എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by s into L of f of t. This is the formula. So from this, in this function, what is, let us take first f of t equal to എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? sin 3t. So let
എൽ ഓഫ് നമ്മളിപ്പോൾ ഇതിൽ 3 കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ടി വരുന്നുണ്ട്, ഇ റൈസ് ടു മൈനസ് ടി വരുന്നുണ്ട്, സൈൻ 3t വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വരുന്ന കാൽക്കുലേഷനിൽ സൈൻ 3t എന്നുള്ളതാണ് എഫ് ഓഫ് ടി ഫംഗ്ഷൻ. കാരണം നമ്മളിവിടെ ഇ റൈസ് ടു മൈനസ് ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതായത് നമ്മുടെ പ്രോപ്പർട്ടീസിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. വി അപ്ലൈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സിമിലർലി t എന്ന ഫംഗ്ഷൻ വന്നാൽ വി യൂസ് ദ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ 2 പ്രോപ്പർട്ടീസ് നമുക്ക് അപ്ലൈ ചെയ്യണം. അതായത് എഫ് ഓഫ് ടി എന്നുള്ളത്, അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ 3t. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സൈൻ 3t ആണ് എഫ് ഓഫ് ടി. കാരണം ടി എന്ന ഫംഗ്ഷൻ വന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടിയും അവസാനം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഏറ്റവും അവസാനമാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഏറ്റവും അവസാനം കൊടുക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ അസ്യൂം ദാറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ 3t. അങ്ങനെയാണെങ്കിൽ L of sin 3t, the Laplace transform of sin 3t equal to, എന്താണ് formula? We know that the Laplace transform of sin 8t is a divided by s square plus a square. അപ്പോൾ ഇവിടെ 3 divided by s square plus 3 square, that is 3 divided by s square plus 9 എന്ന് വരുന്നുണ്ട്. Now let us take t property. t കൂടെ ചേർത്തെടുക്കാം. t into sin 3t, that is equal to നമ്മുടെ ഫസ്റ്റ് ടി റൈസ് ടു 1 ആയതുകൊണ്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി പ്രോപ്പർട്ടി ഏതാണ്? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വി ആർ ഗോയിങ് ടു അപ്ലൈ വിച്ച് പ്രോപ്പർട്ടി? നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മളിപ്പോ ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്? യു ബൈ വി ഡെറിവേറ്റീവ് ആണ്. യു ബൈ വി ദ ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം u by v the whole dash is equal to v u dash minus u v dash divided by v square. So according to this ഒരു മൈനസ് സൈൻ പുറത്തിരിപ്പുണ്ട്. s square plus 9 into derivative of 3 is 0 minus 3 into derivative of the denominator എന്താണ്? 2s plus 9 the derivative 0, the whole divided by, close the bracket, divided by s square plus 9 the whole square. കാരണം v into u dash minus u into v dash divided by v square. അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ടേം ഫുള്ളും 0 ആണ്. അപ്പോൾ ബാക്കി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 6s divided by s square plus 9 the whole square. ഇനി ഇത് നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി, അതായത് നമ്മൾ 3 ഫംഗ്ഷന്റെയും ചെയ്യണം. ഞാൻ പറഞ്ഞു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. സോ നെക്സ്റ്റ് ലെറ്റ് us consider the property L of, next is e raised to minus t into t sin 3t. So this is equal to some function phi of s എന്ന് നമുക്ക് എടുക്കാം. phi of s എന്ന് എടുക്കാം. അപ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് this is equal to L of e raised to, അതായത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്? L of e raised to minus at into f of t is equal to, that is f of capital F of എന്താണ്? s plus a ആണ്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എസിനെ എസ് പ്ലസ് എ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പൊ ഫൈ ഓഫ് എസ് ആണെങ്കിൽ ഇവിടെ എ വാല്യൂ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി ആണ് തന്നിരിക്കുന്നത്. അതായത് എ ഈക്വൽ ടു 1. So phi of s plus a എന്ന് റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഇസ് phi of s plus 1 ആയിട്ട്, s എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം s plus 1 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. റീപ്ലേസ് s by s plus 1 is the first shifting property. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്? ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ L of e raised to minus at equal to into f of t equal to capital F of s plus a. that ഞാൻ ഇവിടെ 5 ആണ് എടുത്തത്. അപ്പോൾ 5 of s plus a, that is 5 of s plus 1 ആയിട്ട് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യുവാണ്. So now here the question is
അപ്പോൾ phi of s എന്താണ് 6s by s square plus 9 the whole square. We are going to replace this as 6 into s plus 1 divided by s square. അതായത് s plus 1 the whole square plus 9 the whole square എന്ന്. അതായത് s എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം s plus 1 ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതായത് 6s plus 6s plus 1 divided by ഇതിനെ denominator expand ചെയ്യുമ്പോൾ s square plus 2s plus 1 plus 9 the whole square, which is equal to 6s plus 1 divided by s square plus 2s plus 10 the whole square. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടോ അല്ലെങ്കിൽ 1 ആയിട്ട് എടുക്കാം. നമ്മൾ ഇവിടെ ഇതിനെ കൊണ്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സോ ഈ ഇക്വേഷന് നമ്മുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിലെ ഈ ഇക്വേഷൻ, അതായത് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ L of integral, question is integral 0 to t e raised to minus t into sin 3t dt, which is equal to, answer is 1 by s into, what is answer? L of f of t, isn't it? So that is equal to 1 by s in L of f of t equal to, നമ്മുടെ ആൻസർ എന്താണ്? L of f of t എന്ന് പറയുന്നത് L of t into e raised to minus t into sin 3t. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ L of f of t ഇതാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിന് നമുക്ക് അവിടെ മേളിൽ നമ്മൾ എഴുതി വെച്ച ആദ്യത്തെ ഇക്വേഷൻ അതാണ്. ലെറ്റ് us take that equation to be, this equation to be equation number 1. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 2 ഇത് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. So now we are going to substitute equation 2 in equation number 1. Equation number 1 നമ്മളിപ്പോൾ substitute ചെയ്യുവാണ്. On substituting we will get the answer to be, that is equal to 1 by s into, ഈ ആൻസർ, ഇതിലെ ആൻസർ എന്താണ്? 6 into s plus 1 divided by s square plus 2s plus 10 the whole square is the required answer. So നമുക്ക് ഇവിടെ വരുന്ന ആൻസറിൽ ഇതിൽ വരുന്ന ആൻസർ ഇത് ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ എടുക്കുന്നു. കാരണം നമ്മുടെ ഇവിടെ ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മളിവിടെ എവിടെയും ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടില്ല. ഇൻ്റഗ്രേഷൻ ചെയ്യാതെ നമ്മൾ കാൽക്കുലേഷൻ കൊടുത്തു. വിത്തൗട്ട് ഡൂയിങ് ദ ഇൻ്റഗ്രേഷൻ ബൈ യൂസിങ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രേഷൻ വി ആർ ഗെറ്റിംഗ് ദിസ് സൊല്യൂഷൻ. സോ ഹെൻസ് വി ഗെറ്റ് ദ ആൻസർ as 1 by s into 6s plus 1 divided by s square plus 2s plus 1 plus 10 the whole square is the required answer. The next question, find the Laplace transform of e raised to minus t integral 0 to t sin t by t into dt. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും e raised to minus t ആവുമ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ബൈ t, a function divided by t എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഏതാണ്? ഡിവിഷൻ ബൈ t ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് f of t, what is f of t? Let f of t is equal to sin t എന്ന് എടുക്കുവാണ്. So the Laplace transform of this function is equal to L of sin t, that is equal to L of sin at equal to എന്താണ് ഫോർമുല? a by s square plus a square, that is 1 divided by s square plus 1 is the answer. So therefore L of sin t, നമ്മുടെ ആൻസറിൽ sin t by t എന്ന് പറയുമ്പോൾ എന്താണ് കാൽക്കുലേഷൻ? which is equal to, നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആദ്യം ഇന്റഗ്രേഷൻ ചെയ്തതിന് ശേഷം വേണം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം L of sin t by t എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഡിവിഷൻ ബൈ ടിയിൽ ഇന്റഗ്രൽ s to infinity, it is equal to f of s into ds, that is equal to, നമുക്ക് ഇതിനെ f of s എന്ന് എടുക്കാം. So that is equal to integral s to infinity 1 by s square plus 1 into ds എന്ന് തന്നെ എടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താണ്? എസ് സ്ക്വയർ പ്ലസ് വൺ ds/s² + 1 is equal to tan ഇൻവേഴ്സ്. നമുക്കറിയാം ഇൻ്റഗ്രേഷൻ ഓഫ് 1/x² + a² into dx is equal to 1/a into tan ഇൻവേഴ്സ് ഓഫ് x/a. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കിവിടെ എന്താ എഴുതാം? ഇറ്റ് is equal to a equal to 1 ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് s/1 over the limit s to infinity. That is equal to upper limit apply ചെയ്യുക. tan inverse of infinity s നാണ്, കാരണം s നാണല്ലോ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തത്. അപ്പോൾ ലിമിറ്റും s നാണ് അപ്ലൈ ചെയ്യേണ്ടത്. മൈനസ് tan inverse of yes, tan inverse of infinity is pi/2 minus tan inverse of s, which is equal to, നേരത്തെ നമ്മൾ നോക്കി പ്രോബ്ലംസിലെല്ലാം it is equal to cot inverse of s. സോ നമ്മുടെ ആൻസറിൽ ഇപ്പം നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? L of sin t/t is equal to cot inverse by s ആണ് വരുന്നത്. Therefore, the Laplace transform of integral 0 to t sin t divided by t into dt is equal to, അതായത് നമ്മൾ L of sin t എന്ന് പറയുമ്പോൾ ബൈ ഡിവിഷൻ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്തത്. ഇൻ്റഗ്രൽ ഓവർ s to infinity f of s ds. ഇനിയാണ് നമ്മൾ ഒറിജിനൽ ഇൻ്റഗ്രേഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ നേരത്തെ ഫോർമുലയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു 1/s into f of s എന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ f of s എന്ന ഫംഗ്ഷൻ നമുക്കിവിടെ എന്താണ്? 1/s into by formula it is L of f of t. So what is the function here? L of f of t എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താണ് ആൻസർ? L of f of t by t ആണ് നമുക്കിവിടെ വരേണ്ടത്. അതായത് 1/s into ഇതിന് പകരം നമ്മൾ ഈ ആൻസർ ഇട്ട് കൊടുക്കുക. അതായത് cot inverse of s is the answer. So 1/s ആണ് നമ്മുടെ ഫംഗ്ഷൻ, ഈ cot inverse s. ഇനി വേണം നമ്മൾ, അതായത് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? The Laplace transform of e raised to minus t integral 0 to t sin t divided by t into dt. That is equal to എന്താണ്? 5 of, that is 5 of s plus a. So ഇവിടെ a equal to what is the value? 1. That is 5 of s plus 1. By shifting property, first shifting property അനുസരിച്ച് replace, we have to replace s by s plus 1. So that you will get the solution as, wherever you are having s, you replace it as s plus 1. So on replacing, 1/s plus 1 into cot inverse of s plus 1 is the required answer. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സിലും ട്രാൻസ്ഫോം ഓഫ് ഇൻറ്റഗ്രൽസിലും നമ്മളിവിടെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗിവ് മീ എ മെസ്സേജ്. താങ്ക് യു.